ഹായ് നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറ്റലഞ്ചേരിയിലാണ്. അപ്പോൾ ഒരു കാഴ്ച, വേളാങ്കണ്ണി മാതാവിനെ കാണാൻ വേണ്ടി ഇവിടുന്ന് കുറേ ആളുകൾ യാത്ര തിരിച്ചു. അല്ല, ഇവിടെ നിന്നല്ല, അപ്പോൾ കോതമംഗലത്ത് നിന്ന് യാത്ര തിരിച്ചതാണ്. എത്ര ദിവസമായിട്ടാ? 4 ദിവസങ്ങൾക്ക് മുമ്പ് കോതമംഗലത്ത് നിന്ന് യാത്ര തിരിച്ചതാണ്. കോതമംഗലം എൻ്റെയും കൂടെ ആൾക്കാരുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവരെക്കുറിച്ച് നമുക്കറിയാം, എന്താണ് ഈ യാത്രയുടെ ലക്ഷ്യം നമുക്കൊന്നറിയാം. ഇപ്പോൾ ഇതാണ് മാതാവിൻ്റെ പേര്. അപ്പോൾ ഇതും കൊണ്ട് ഇവർ തള്ളി വേളാങ്കണ്ണിക്കുള്ള യാത്രയാണ്. അപ്പോൾ ഈ യാത്രയിൽ കുറേ പേര് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ പേരൊക്കെ നമുക്ക് പിന്നെ പറയാൻ ചോദിച്ചൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ കണ്ടല്ലേ, ഇത് അടുത്തൊരു ചേട്ടനുണ്ട് ഇവിടെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ കുറേ പേരുണ്ട്, എല്ലാവരും ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ഒന്നുകൊണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ഒരു ഭക്തി പുരസ്കരമായ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് എന്താണ് ഒന്ന് പറയാമോ? പറഞ്ഞോ, ആര് പറഞ്ഞാലും മതി. പറഞ്ഞോ. ഞാൻ കോതമംഗലത്ത് നിന്നാണ് വരുന്നത്. പൈങ്ങോട്ടൂര് സെന്റ് ആനീസ് ഫൊറോനപ്പള്ളി ഇടവക്കാരനാണ് ഞാൻ വരാനുണ്ടായ കാരണം, ഞാനിങ്ങനെ വേളാങ്കണ്ണിക്ക് ആരെങ്കിലും നടന്നു പോകണ്ടെന്ന് അന്വേഷിച്ച് ആ കൂടെ വന്ന് പുരട്ടിന്ന് ഒരു ഗ്രൂപ്പ് പോകാനുണ്ട്. അവരുടെ കൂടെ ഞാൻ വന്ന് കൂടിയതാണ്. അതിന് ഞാൻ കാരണം ഇതാണ്, എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. 12 വർഷം കഴിഞ്ഞ മക്കളുണ്ടായത്. അതിന് ഞാൻ നേരത്തെ നേർന്നു വേളാങ്കണ്ണിക്ക് എനിക്ക് നടന്നു പോകാൻ. ഞാൻ വേളാങ്കണ്ണിക്ക് നടന്നു പോകണം നേരത്തെ നേർന്നു അമ്മയുടെ അടുത്ത്. അങ്ങനെ ഞാൻ വേളാങ്കണ്ണിക്ക് നടന്നു പോവുകയും. നടന്നു പോയോ? നേരത്തെ പോയി. അത് ഏത് വർഷമായിരുന്നു? അത് ഇപ്പൊ 10 വർഷമായി. ഇത് 10ാമത്തെ വർഷമായി ഞാൻ. അപ്പൊ എല്ലാ വർഷവും നടക്കുന്നുണ്ടോ? എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ആണോ? എല്ലാ വർഷവും. അപ്പൊ 2010 അപ്പൊ കൂട്ടുകാരോട് കൂടിയാണ് നടക്കുന്നത്? ഈ കൊരട്ടിയിലുള്ള ഞാൻ വീട്ടിൽ നിന്ന് നടന്നു വന്നു, കോതമംഗലത്ത് നിന്ന് നടന്നു വന്നു. കൊരട്ടിയിലുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ കൂടുതൽ കൂടി അങ്ങനെ ഞാൻ വേളാങ്കണ്ണിക്ക് നടന്നു പോയി. അതെ. അതിന് ശേഷം എനിക്ക് പിറ്റേ വർഷം ഞാൻ ഈ സമയമായപ്പോഴത്തേക്കും എനിക്ക് ഭാര്യ പ്രഗ്നന്റായി. അടുത്ത വർഷം ഞാൻ നടക്കുമ്പോൾ ഭാര്യ പ്രഗ്നന്റാ. അങ്ങനെ എനിക്ക് ദൈവം 2 മക്കളെ തന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം അതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഞാൻ എല്ലാ വർഷവും വേളാങ്കണ്ണിക്ക് നടക്കുന്നത്. അപ്പൊ ഇവരെല്ലാരും കൂട്ടി കൂടുതലല്ലേ? അപ്പൊ നിങ്ങളെല്ലാം കൊരട്ടിന്നുള്ളവരുണ്ട്. ഞങ്ങളുടെ കൊരട്ടിന്നുള്ള ഒരു തോമസ് ചേട്ടനൊക്കെ ഉണ്ട്. അവര് കുറെ വർഷങ്ങളായിട്ട് 20 കൊല്ലത്തിൽ കൂടുതലായി അവര് ഇങ്ങനെ എല്ലാ വർഷവും നടക്കാൻ തുടങ്ങിയിട്ട്. അതെല്ലേ? അവരുടെ ഗ്രൂപ്പിലാണ് ഞാൻ വന്ന് കൂടിയത്. അവരുണ്ട് കൂട്ടത്തിൽ. അവര് മുമ്പോട്ട് പോയിട്ടുണ്ട് അല്ലേ? അപ്പൊ വേറെ ഗ്രൂപ്പ് ഉണ്ടോ? പോയിട്ടുണ്ടോ? ഞങ്ങളുടെ കൂടെ ഉള്ളവരല്ലേ മുമ്പോട്ട് പോയി. അപ്പൊ ചേട്ടാ നമസ്കാരം. അപ്പൊ ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് 17 കൊല്ലമായി. ഇതിനിടയ്ക്ക് എനിക്ക് മാതാവിന്റെ സൈഡിൽ നിന്ന് മാതാവിൽ നിന്ന് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന് നന്ദിശീലമായിട്ടാണ് ഞാൻ നടന്നു പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് കാര്യത്തിൽ വിചാരിച്ചാലും എനിക്ക് എല്ലാ കൊല്ലവും ഓരോ കാര്യങ്ങളും നടന്നു കിട്ടുന്നുണ്ട്. അപ്പൊ ചേട്ടൻ ഇപ്പൊ എത്ര വർഷം നടക്കുന്നുണ്ട്? ഇപ്പൊ ഞാൻ 17 വർഷമായി നടക്കുന്നു. 17ാമത്തെ വർഷമാണ് അല്ലേ? അപ്പോ ഒരു യുവാവുണ്ടല്ലോ തള്ളി കൊണ്ട് വണ്ടി, അല്ല കാരണം ജെന്റിൽമാൻ, കാരണം അദ്ദേഹമാണ് വണ്ടി തള്ളുന്നുണ്ട്. അപ്പോ താങ്കൾ എത്ര വർഷമായി കൂടുതൽ പോകുന്നു? ഞാൻ 5 കൊല്ലമായി. 5 കൊല്ലം അല്ലേ? കണ്ട ബീച്ചേട്ടനല്ലേ? ബീച്ചേട്ടനാണ് ജീവിതത്തിൽ കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടായത്. അപ്പൊ അന്നേരം ബീച്ചേട്ടൻ പറഞ്ഞു, എടാ നീ എന്റെ കൂടെ പോരെ, എല്ലാ കാര്യങ്ങളും റെഡിയാവും, മാതാവ് നോക്കിക്കോളൂ. അങ്ങനെ ബീച്ചേട്ടൻ്റെ കൂടുതൽ 5 കൊല്ലം മുമ്പ് പോയതാണ്. അതല്ലേ? അന്ന് 2018 വെള്ളപ്പൊക്കത്തിന്റെ സമയത്താണ് പോയത്. അന്ന് കുതിരാൻ വരെ കയറി കഴിഞ്ഞിട്ട് തിരിച്ചു പോരേണ്ട വന്നു. അതല്ലേ? പിറ്റേ കൊല്ലം മുതൽ എല്ലാ വർഷവും. അത് കുതിരാൻ വരെ കയറിയപ്പോ എന്താ പോകാൻ പറ്റാണ്ട് വന്നേ? ഞാൻ ജനിച്ച സ്ഥലമാണ് തുരങ്കം, ഇരുമ്പോലം എന്ന് പറയും. അപ്പൊ ഇപ്പൊ സൗകര്യമായിട്ട് പോരാലോ അല്ലേ? ഇപ്പൊ തുരങ്കത്തിൽ കൂടെ പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല. അതല്ലേ? അപ്പൊ ചേട്ടായി എത്ര നാളായി പോയി തോന്നിയിട്ട്? 3 വർഷമായിട്ട് അല്ലേ? ചേട്ടനോ? ഞാൻ 2ാം വർഷമുള്ളത്. ഞാൻ റെയിൽവേയിൽ റിട്ടയർഡിന് ശേഷം ആദ്യമായിട്ട്. അതെ, അടിപൊളി അടിപൊളി. ജെന്റിൽമാൻ താങ്കളോ? ആദ്യമായിട്ടാണ്. ഞാൻ 5ാമത്തെ വർഷം. 5ാമത്തെ വർഷം. ഞാൻ 5ാമത്തെ വർഷം. ചേട്ടനോ? 6ാമത്തെ വർഷം. 6ാമത്തെ വർഷം. 2ാമത്തെ വർഷം. ആദ്യമായിട്ടല്ലേ? അപ്പോ വളരെ, അതായത് ഇത് മറ്റുള്ളവർക്കൊരു, കാരണം ഇന്നത്തെ കാലത്ത് വിശ്വാസം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാ? ഞാൻ ചോദിച്ചില്ലായിരുന്നു, സോറി കേട്ടോ. അപ്പോൾ ചേട്ടൻ എത്ര വർഷമായി? ഞാനിപ്പോ 2ാമത്തെ വർഷം. അതല്ലേ?
ചേട്ടൻ ഇത് ആദ്യമായിട്ടാണല്ലേ? കുറെ കാലം കൊണ്ട് ആഗ്രഹിക്കണം. അതല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഇന്നത്തെ കാലത്ത് ഓട്ടോറിക്ഷ സ്വന്തം വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ വിളിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ നിങ്ങൾ എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് വേളാങ്കണ്ണിക്ക്? അപ്പോൾ ഈ 620 കിലോമീറ്റർ ഈ മാതാവിനെയും ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകുന്ന ഒരു കാര്യം നിസ്സാര കാര്യമല്ല. അപ്പം നിങ്ങളെല്ലാവരെയും അപ്രിഷ്യേറ്റബിൾ, അതായത് നിങ്ങളെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ യാത്രയിൽ എന്താ പറയുക, എല്ലാവിധ പ്രാർത്ഥനകളും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നത്തെ ഈ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ സമൂഹം നന്നാവണം. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ എന്തായാലും ഒരു യാത്ര തുടരുകയാണ്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങളുടെ യാത്രയിൽ. അപ്പോൾ എല്ലാവിധ ഭാവുകളും നേർന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.